അതോടൊപ്പം ഇന്ന് ചേലക്കര വിധിയെഴുതുകയാണ്. CPIM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അതായത് കൃത്യമായി ആസൂത്രിതമായി ഇന്നത്തെ ദിവസം ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടണം എന്ന ഒരു നീക്കം ഇതിന് പിന്നിലുണ്ടെന്ന് CPIM തിരിച്ചറിയുന്നുണ്ടോ? അവരാരെയൊക്കെയാണ് സംശയിക്കുന്നത്? എന്തൊക്കെയാണ് അവരുടെ ഡിഫൻസ്? റോഷിപാൽ. സുജയ, കൃത്യമായി ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാണ് CPM-ന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ് UP ജയരാജൻ. ആ തരത്തിൽ തന്നെയാണ് പാർട്ടി ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ പുറത്തു വന്നതിനെ കാണുന്നത്. ഇത് ചേലക്കര മണ്ഡലത്തിൽ അല്ലെങ്കിൽ വയനാട് തിരിച്ചടിയാകുന്നതല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത്. അത് പാലക്കാട്ട് വലിയ രാഷ്ട്രീയ ചർച്ചയായി വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ യുവനേതാവിനെ രംഗത്തിറക്കിയതുമായി ബന്ധപ്പെട്ട പാർട്ടിയുള്ള അതൃപ്തി, അത് UP ജയരാജൻ അത് പുസ്തകത്തിലൂടെ അത് അഡ്രസ്സ് ചെയ്യുന്നു എന്നത് വലിയ രീതിയിൽ അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ UDF-ഉം BJP-യും ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ P. സരിൻ എന്ന LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ പ്രചാരണത്തിൽ ലഭിച്ച ഒരു മേൽക്കൈയുണ്ട്. അത് നഷ്ടപ്പെടുമോ എന്നടക്കമുള്ള ആശങ്ക LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ UP ജയരാജനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത ഈ വിഷയത്തെ അടഞ്ഞ അധ്യായമെന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുമ്പോൾ പോലും അത് NDA-യും BJP-യും ഒപ്പം തന്നെ കോൺഗ്രസും പ്രധാന വിഷയമാക്കി മാറ്റാനുള്ള ശ്രമം ഇതിനോടകം ആരംഭിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് ചർച്ചാ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു. പക്ഷേ UP ജയരാജനെ പാർട്ടി പൂർണ്ണ വിശ്വാസത്തിലെടുക്കുകയാണ്. മറ്റ് നിർവാഹമില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം തൻ്റെ പുസ്തകത്തിലില്ല, താൻ അങ്ങനെ എഴുതിയിട്ടില്ല P. സരിൻ എന്ന LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചെന്ന് UP ജയരാജൻ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് അത് അത്തരം പരാമർശം തന്നെ ആവർത്തിക്കുകയാണ്. P. സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുന്നു. അതിനൊപ്പം മന്ത്രി MB രാജേഷ്, പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് MB രാജേഷ് അത് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഇവരുടെ വാക്കുകളിലൊക്കെ UP ജയരാജൻ്റെ പുസ്തകത്തിൽ P. സരിനെതിരെയുള്ള പരാമർശത്തിലുള്ള അതൃപ്തി പ്രകടമാണ്. അത് കൃത്യമായി അത് അവരുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ ഒരു ത്രികോണ മത്സരം പാലക്കാട്ട് ഉണ്ടാക്കാൻ CPM നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. P. സരിൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഏതാണ്ട് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ UP ജയരാജൻ്റെ ആത്മകഥയിലെ ഈ പരാമർശങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും അതിലുള്ള അതൃപ്തി നിലനിർത്തുമ്പോൾ തന്നെ UP ജയരാജൻ UP ജയരാജൻ ഇത് നിഷേധിക്കുമ്പോൾ UP ജയരാജനെ വിശ്വാസത്തിലെടുത്ത് അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം. MV ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റു കൂടുതൽ പ്രതികരണത്തിന് CPM-ന്റെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന നേതാക്കൾ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് CPM-ന്റെ ഏറ്റവും മുതിർന്ന പാലക്കാട് ജില്ലയിലെ നേതാവ് AK ബാലൻ ഒന്നും പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാരണം വരുന്ന ദിവസങ്ങളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ഉം ഒപ്പം NDA-യും പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുക ഈ UP ജയരാജൻ്റെ പുസ്തകത്തിലെ P. സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ തന്നെയാണ്. അത് സജീവ ചർച്ചയാക്കി നിലനിർത്തുമ്പോൾ അത് സ്വാഭാവികമായും പൊതുവോട്ടുകളെ സ്വാധീനിക്കുമെന്ന ആശങ്കയാണ് CPM നേതൃത്വത്തിന് പ്രധാനമായുള്ളത്.